ഇന്ന് ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യാത്ത കുറച്ച് മേക്കപ്പ് ഐറ്റംസ് വെച്ചിട്ട് ഞാനൊന്ന് മേക്കപ്പ് ചെയ്യാമെന്ന് വെച്ചു. അതിൻ്റെ കൂടെ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി ഒന്ന് പറയാമെന്ന് വെച്ചു കേട്ടോ. വെയിറ്റ് ലോസ് ജേർണി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ അടുത്തിടെ വരെ നല്ല വെയിറ്റ് ഉണ്ടായിട്ട് അത് ഞാൻ കുറച്ച് സ്ലിം ആയതാണ് പറയാൻ പോകുന്നതെന്ന്. അല്ല, ഞാൻ ചെറുപ്പത്തിൽ ഒരു 7-8 വയസ്സ് വരെ നല്ല ഉരുണ്ടിട്ടായിരുന്നു, നല്ല വണ്ണം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ എങ്ങനെ ആയി എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ചെറുപ്പത്തിലുള്ള സമയത്ത് എനിക്ക് സ്ഥിരമായിട്ട്, അതായത് ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും എവിടെ പരിപാടിക്ക് പോയാലും ഞാൻ കേൾക്കുന്ന കമൻസ് ആയിരുന്നു, നന്നായിട്ട് ഫുഡ് കഴിക്കുമല്ലോ, ഓ നല്ല വണ്ണമല്ലേ, തലയൊക്കെ എന്താ ഇത്രയും വലുതായിട്ടിരിക്കുന്നത്, വയറൊക്കെ എന്താ ഇങ്ങനെ ഉരുണ്ടിരിക്കുന്നത്, ഇങ്ങനെയുള്ള സ്ഥിരം കമൻറ്റുകൾ കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആവും സ്ഥിരമായി കേൾക്കുമ്പോൾ. അതുമാത്രമല്ല, എൻ്റെ ഒരു കസിൻ്റെ കല്യാണത്തിന് നമ്മുടെ ഇന്നത്തെ ബോഡിക്കോൺ ഡ്രസ്സ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്കിൻ ഫിറ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നെക്കാളും മുന്നേ എൻ്റെ വയറ് സഞ്ചരിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു കമൻറ്റ് കേട്ടത് കൊണ്ട് എനിക്കത് മാറ്റി ഒരു ലോഹ പോലത്തെ ഡ്രസ്സ് ഇട്ട് ആ പരിപാടി അറ്റൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂടെ ആയപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഫുഡിലും കാര്യത്തിലൊക്കെ കോൺഷ്യസ് ആവാൻ തുടങ്ങി. ഞാൻ ഇത്രയും കഴിക്കാൻ പാടുണ്ടോ, അവർ നോക്കുന്നുണ്ടോ, ഞാൻ കഴിച്ചത് മോശമാണോ, അങ്ങനെ കോൺഷ്യസ് ആയി അന്നനാളം ചുരുങ്ങിയതാണെന്ന് തോന്നുന്നു. പിന്നെ അങ്ങോട്ടൊരു മെലിയലായിരുന്നു. മെലിഞ്ഞു തുടങ്ങിയപ്പോഴോ അതിൻ്റെ പേരിലായി, ഇതെന്താ ഒന്നും കഴിക്കാത്ത, കയ്യും കാലും ഒക്കെ ദേ തേമ്പി ഇരിക്കുന്നു, കാറ്റത്തിപ്പോൾ പറന്നു പോവുമല്ലോ, അങ്ങനത്തെ കുറേ ഡയലോഗ്. യെസ്, ഞാനത് മനസ്സിലാക്കുകയായിരുന്നു. നമ്മൾ എങ്ങനെയൊക്കെ ആയാലും, വണ്ണം വെച്ചാലും വണ്ണം കുറഞ്ഞാലും, ഇനി വണ്ണം കുറഞ്ഞ് നമ്മൾ അപ്രത്യക്ഷമായി പോയാലും അവരും പറയും, അല്ലെങ്കിൽ പറയാനുള്ളവർ പറയും, ആഹാ മാഞ്ഞു പോയല്ലോ, ഇടയ്ക്കൊക്കെ ഒന്ന് പ്രത്യക്ഷമാവാം കേട്ടോ, മോശമാണ് കേട്ടോ എന്ന്. രണ്ട് രീതിയിലും കമൻസ് കേട്ടതുകൊണ്ട്, അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ നിങ്ങളോട് എല്ലാവരോടും ഉള്ള വാത്സല്യം കൊണ്ടും പറയുവാണ്, ഇതിനൊരു പ്രതിവിധി ഇല്ല, ഇറ്റ് ഈസ് ഇൻക്യൂറബിൾ. പറയാനുള്ളവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങളുടെ ഹെൽത്ത് നോക്കുക, പിന്നെ സ്ഥിരമായിട്ട് ബ്ലഡ് വർക്ക്സ് ചെയ്ത് ഹെൽത്തൊക്കെ ഓക്കെ ആണോ എന്ന് നോക്കുക, പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റിൽ കോൺഫിഡൻ്റ് ആണോ എന്ന് നോക്കുക. നിങ്ങളുടെ ഹെൽത്ത് ഓക്കെയാണ്, നിങ്ങൾ കോൺഫിഡൻറ്റും ആണെങ്കിൽ ബാക്കിയുള്ളവർ പറയുന്നതോ അല്ലെങ്കിൽ അവർ പറയുന്ന കമൻസോ ഒന്നും നിങ്ങൾ കാര്യമാക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ വെയിറ്റിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. നമുക്ക് ഏറ്റവും പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ഹെൽത്തും പിന്നെ നമ്മളുടെ സെൽഫ് കോൺഫിഡൻസും ആണ് കേട്ടോ.